ഹായ് ഗൈസ്, വെൽക്കം ടു ഗോവ ഓൺ വീൽസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നോർത്ത് ഗോവയിലെ ഓൾഡ് ഗോവ ചർച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ 10 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ ബോഡി എക്സ്പോസിഷനാണ്. അപ്പോൾ അത് 10 വർഷത്തിൽ ഒരിക്കലാണ് നടക്കുന്നത്. അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണുമ്പോൾ മനസ്സിലാവും, അത്രയ്ക്ക് തിരക്കാണ്. ഇതൊക്കെ അതിൻ്റെ ചർച്ചിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ അവർ പാർക്കിംഗ് കൊടുത്തിരിക്കുന്നതാണ്. അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ. നമ്മളുടെ ഓൾ ഓവർ വേൾഡിൽ നിന്ന് തന്നെ ആളുകൾ ഇവിടെ ഇത് എല്ലാം ഗോവക്കാരുടെ വിശ്വാസം ഉള്ളിയാണ് സോൾവ് എന്നുള്ള ഒറ്റ വിശ്വാസമാണ് ഗോവക്കാർക്ക്. അതാണ് ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിന് മറ്റുള്ള ഏത് ഇതിനേക്കാളും വളരെ പ്രാധാന്യം കൊടുക്കുന്ന കാര്യമാണ്. ഇപ്പോഴും പുള്ളിയുടെ കൈയുണ്ട്, പോർച്ചുഗീസുകാർ വെട്ടിക്കുന്ന കൈ, അതിപ്പോഴും അവിടെ എഴുതുന്നതായിരിക്കും പറഞ്ഞു. മനസ്സിലായില്ലേ? ഞാൻ പിടിച്ച് ഇവിടെ പുള്ളി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഈ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ്റെ ഈ ഇതുവരെ അഴുകാത്ത ഒരു ബോഡീനെ പറ്റിയും അത് പ്രദർശിപ്പിക്കുന്ന നമ്മളുടെ ഗോവയിലെ ഓൾഡ് ഗോവ ചർച്ചിനെ പറ്റിയൊക്കെ. ഗോവയിലുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രശസ്തിയുള്ളതും ഏറ്റവും സിഗ്നിഫിക്കൻ്റ് അട്രാക്ഷൻ ആയിട്ടുള്ളതൊക്കെയായ ഒരു ചർച്ചാണ് നമ്മളുടെ ഈ ഓൾഡ് ഗോവ ചർച്ച്. അതിൻ്റെ സിഗ്നിഫിക്കൻ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു നമ്മളുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയറിൻ്റെ 400 വർഷമായിട്ട് അഴുകാതെയുള്ള ആ ഒരു ബോഡിയാണ് പുണ്യാളൻ്റെ. അത് 10 വർഷത്തിലൊരിക്കലാണ് ഇവിടെ എക്സ്പോസിഷൻ ചെയ്യുന്നത്. അത് ഡിസംബറിലാണ് സ്റ്റാർട്ടാകുന്നത്. ഒരു 44 ദിവസത്തേക്കായിരിക്കും ആ ഒരു എക്സ്പോസിഷൻ ഉണ്ടാവുന്നത്. നമ്മളുടെ ഓൾ വേൾഡിൽ നിന്ന് തന്നെ എല്ലാ ഡിവോട്ടീസും ഇവിടെ വന്നത് കാണാറുണ്ട്. ഞങ്ങളും അത് കണ്ട് ആ ഒരു അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. പക്ഷേ ഇവിടുത്തെ തിരക്ക് ഞങ്ങൾക്കത് സാധിച്ചില്ല. അത്രക്ക് തിരക്കായിരുന്നു. റോഡിലേക്ക് ഫുൾ അതിൻ്റെ ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ അകത്തേക്കും പള്ളിയുടെ അകത്തേക്കും നന്നായിട്ടുണ്ടായിരുന്നു ക്യൂ. അതുകൊണ്ട് ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. കാരണം ആ ക്യൂവിൽ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 5-6 മണിക്കൂർ ഞങ്ങൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങളത് ആ ഒരു ആഗ്രഹം ഉപേക്ഷിച്ചിട്ട് ഞങ്ങൾ അപ്പുറത്ത് തന്നെ വേറൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലാണ് അല്ലാണ്ട് ഇത് വെക്കാറ്, ആ ഒരു ബോഡി വെക്കാറ്. ആ പള്ളിയിൽ പോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും, അത്രക്ക് തിരക്കാണ്. ഇപ്പോൾ ഈ ഒരു ടൈം എന്ന് വെച്ചാൽ രാവിലെ ഒരു 9-10 മണി ആയിട്ടുള്ളൂ. ആ ഒരു ടൈമിൽ തന്നെ അത്രക്ക് തിരക്കായിട്ടാണ് ആളുകൾ അവിടെ നിൽക്കുന്നത്, ക്യൂ നിൽക്കുന്നത്. കണ്ടോ, ഇത് റോട്ടിലേക്ക് വന്നിട്ടുള്ള ക്യൂ ആണ്. അകത്ത് അതല്ലാണ്ട് കുറേ ലെയേഴ്സ് ആയിട്ട് ക്യൂ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഞങ്ങളും ആകെ സങ്കടത്തിലായിരുന്നു. ഇത്രയും കാണാൻ വേണ്ടിയിട്ട് ഇത്രയും രാവിലെയൊക്കെ ആയിട്ട് വന്നതാണ്, പക്ഷെ ഞങ്ങൾക്കത് കാണാൻ പറ്റിയില്ല. ഇനി നെക്സ്റ്റ് 10 വർഷം വെയിറ്റ് ചെയ്യണം അങ്ങനെ ഒന്ന് കാണാനായിട്ട്. അപ്പം നിങ്ങളിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഇത് മുൻപ് കേട്ടിട്ടുണ്ട്, വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോഴായിരിക്കും ഈ ബോഡി ഇവിടെ പ്രദർശിപ്പിക്കാൻ വെക്കുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വരണം, കാണണം. ഇതൊരു എന്താ പറയുക, ഗോവൻസിൻ്റെ ഒരു വിശ്വാസമാണ്. ഈ ഒരു പുണ്യാളൻ്റെ ബോഡി ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ പേമാരിയും സുനാമിയും ഒന്നും വരാത്തത്. ഗോവയിൽ എല്ലാവർക്കും നല്ല ഈ ഹെൽത്തും എന്താ പറയുക വെൽത്തും ഒക്കെ ഉള്ളത് ഈ ഒരു പുണ്യാളൻ്റെ ബോഡി ഇവിടെ ഉള്ളത് കൊണ്ടാണെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. അത് ക്രിസ്ത്യൻസ് മാത്രമല്ല, ഓൾ ഓവർ എല്ലാ മതക്കാരും വിശ്വസിക്കുന്നുണ്ട് ആ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു പള്ളിക്കൊരു വിശേഷണമുണ്ട്. നമ്മുടെ സെൻറ്റ് ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ മരിച്ച ദിവസം കത്തി എന്നാണ് പറയുന്നത്. ഈ ഒരു ചുമരൊക്കെ കത്തി എന്നാണ് പറയുന്നത്. അത് കത്തിയിട്ട് ബേൺ ആയിട്ട് അതിൻ്റെ ആ ഒരു ബ്ലാക്ക് കളറിൽ ആ ഒരു പുക പിടിച്ച ആ ഒരു ഇത് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. കത്തിയാവല്ലോ, പുള്ളി മറിച്ചില്ലേ, ബേണായി.
ഇവിടെ പള്ളിയുടെ അകത്തേക്ക് ഞങ്ങൾ വീഡിയോയും മൊബൈലും ഒന്നും കയറ്റാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് പള്ളിയുടെ അകത്തുള്ള വിശേഷങ്ങളൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇവിടെയും കണ്ട ക്യൂ ആയിരുന്നു, കാരണം നല്ല തിരക്കായിരുന്നുകൊണ്ട് തന്നെ ക്യൂ ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലൊക്കെ അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടോ? ഈ ഓൾഡ് ഗോവ ചർച്ച് വന്നിട്ട് ഇവിടെ വന്ന് ഈ പുണ്യാളൻ്റെ ബോഡിയൊക്കെ കണ്ടിട്ടുണ്ടിരിക്കും മുമ്പ്? ആർക്കെങ്കിലൊക്കെ അറിയാമായിരുന്നു നേരത്തെ തന്നെ? എനിക്കറിയാം, കേരളത്തിൽ ഒരുമിക്കവർക്ക് അറിയാൻ പറ്റും, ക്രിസ്ത്യൻസിനൊക്കെ അറിയാൻ പറ്റും. പക്ഷെ അറിയാത്തവരും കുറച്ച് പേരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു എന്താ പറയുക, എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. അപ്പോൾ കണ്ടോ, നിറച്ച് നല്ല തിരക്കാണ്ട് ഇവിടെ. ഇത് ആ പള്ളിയുടെ പുറത്ത് ഒരു ചെറിയൊരു റിഫ്രഷ്മെന്റ് ഏരിയ ഉണ്ട്, അവിടുത്തെ തിരക്കാണിത്. അപ്പോൾ ഞങ്ങൾക്ക് പുണ്യാളൻ്റെ ബോഡി കാണാൻ പറ്റാത്തതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാം, ആ ക്യൂ, ഞങ്ങൾക്ക് എല്ലാവർക്കും ക്യൂ അലർജിയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങളതുകൊണ്ട് ഈ പള്ളി കണ്ട് വിസിറ്റൊക്കെ ചെയ്തു, ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിതേ ഇറങ്ങുകയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എപ്പിസോഡ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.